നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കൺസ്ട്രക്ടറിനെ കുറിച്ചാണ്. സോ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷനാണ്. ഇത് ആ ക്ലാസ്സിലെ ഒബ്ജക്റ്റുകളെ ഇനീഷ്യലൈസ് ചെയ്യുക എന്നതാണ് ഈ ഒരു കൺസ്ട്രക്ടറിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയി കൺസ്ട്രക്ടറിന് കോൾ ചെയ്യപ്പെടുന്നു. നമ്മൾ പ്രത്യേകം കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ കമ്പൈലർ ഇത് ചെയ്യുന്നതാണ്. നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടുന്നതാണ്. സോ ഇത് ഒരു സാധാരണ ഫംഗ്ഷൻ പോലെ തന്നെയാണ്, എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. സോ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ക്ലാസ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ പബ്ലിക്കിൽ 2 വേരിയബിൾ സ്ട്രിങ് ഐറ്റം അതുപോലെ സ്ട്രിങ് ബ്രാൻഡ് 2 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കൊരു കൺസ്ട്രക്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, എന്നാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കൺസ്ട്രക്ടർ എപ്പോഴും പബ്ലിക് ആയിരിക്കണം. അതുപോലെ കൺസ്ട്രക്ടറിന് ഒരു റിട്ടേൺ വാല്യൂ ഉണ്ടായിരിക്കാൻ പാടില്ല. നമ്മൾ എഴുതുന്ന പോലെ വോയിഡ് ഇൻറ്റ് തുടങ്ങിയ റിട്ടേൺ വാല്യൂ ഉണ്ടായിരിക്കാൻ പാടില്ല. കൺസ്ട്രക്ടറിൻ്റെ പേര് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിൻ്റെ അതേ പേരായിരിക്കണം. സോ ഞാനിവിടെ ഇലക്ട്രോണിക്സ് എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. നമ്മളൊരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇലക്ട്രോണിക്സ് E1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു കൺസ്ട്രക്ടർ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ കമ്പൈലർ അത് ഓട്ടോമാറ്റിക്കലി ആയി ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്യപ്പെടുന്നതായിരിക്കും. സോ ഉദാഹരണമായി ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു സി ഔട്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. ദിസ് ഈസ് എ കൺസ്ട്രക്ടർ. സോ നമുക്കിനി സാധാരണ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ ആ ഫംഗ്ഷനുള്ളിലെ കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. സോ നമുക്കിനി ജസ്റ്റ് നമുക്ക് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലർ നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്തു. സോ അതിനുള്ളിൽ എഴുതിയിട്ടുള്ള നമ്മുടെ കോഡ് നമുക്കിവിടെ എക്സിക്യൂട്ടായി ദിസ് ഈസ് എ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് ലഭിച്ചു. സോ ഇങ്ങനെയാണ് കൺസ്ട്രക്ടർ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുന്നു. സോ നമുക്ക് കൺസ്ട്രക്ടർ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വാല്യൂസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം 2 വേരിയബിൾസാണ് നമുക്കുള്ളത്. സോ ഞാനിവിടെ ഐറ്റം ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നു. ഐറ്റം ഈക്വൽ ടു ടെലിവിഷൻ, അതുപോലെ ബ്രാൻഡ് സോണി എന്ന് കൊടുക്കുന്നു. സെമിക്കോളൻ കൊടുക്കാൻ മറക്കരുത്. സോ നമ്മൾ ഐറ്റം ടെലിവിഷൻ അതുപോലെ ബ്രാൻഡ് സോണി എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ടറിലൂടെ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മൾ ഈ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ളൊരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം. വോയിഡ് പ്രിൻ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുന്നതിന് മാത്രം. സോ ഞാനിവിടെ സി ഔട്ട് ഐറ്റം എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഐറ്റത്തിൻ്റെ പേര് വേരിയബിൾ നെയിം കൊടുക്കുന്നു. അതിനുശേഷം ഒരു 2 സ്പേസ് കൊടുത്ത ശേഷം ഞാൻ ബ്രാൻഡ് നെയിം കൊടുക്കുന്നു. ബ്രാൻഡ് നെയിം കൊടുത്ത ശേഷം ബ്രാൻഡിൻ്റെ നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തിരുന്നു. സോ ഞാനിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. സോ പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഇനീഷ്യൽ വാല്യൂ നമുക്ക് ഐറ്റം ടെലിവിഷൻ അതുപോലെ ബ്രാൻഡ് സോണി എന്ന് നമുക്ക് ഇവിടെ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു കൺസ്ട്രക്ടർ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് കൺസ്ട്രക്ടറിൽ പാരാമീറ്റേഴ്സും കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ തൽക്കാലം ഇത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. സോ ഞാൻ 2 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. സ്ട്രിങ് ഐറ്റത്തിൻ്റെത് ഐ എന്ന് കൊടുക്കുന്നു, അതുപോലെ ബ്രാൻഡിൻ്റെത് സ്ട്രിങ് ബ്രാൻഡിൻ്റെത് ബി എന്ന് കൊടുക്കുന്നു. സോ അതിനുശേഷം ഞാൻ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ഐ ബി എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. സോ ഐറ്റം ഈക്വൽ ടു നമ്മുടെ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്ന ഐ എന്ന് പറയുന്ന വാല്യൂ ഐറ്റത്തിലോട്ട് പോകണം. സോ ഐറ്റം ഈക്വൽ ടു ഐ. അതുപോലെ നമ്മൾ പാസ് ചെയ്യുന്ന ബി എന്ന് പറയുന്ന വാല്യൂ ഈ ബ്രാൻഡിലോട്ട് പോകണം. സോ ഞാൻ ബ്രാൻഡ് ഈക്വൽ ടു ബി. ഇപ്പോൾ നമ്മളൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരാമീറ്റേഴ്സ് വഴി നമുക്ക് ഈ ഒരു നമ്മുടെ വേരിയബിളിലോട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിളിലോട്ട് ഇത് അസൈൻ ആവുന്നതാണ്. ശേഷം നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഉദാഹരണമായി നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വാല്യൂ പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
സോ ഞാനിവിടെ ഇലക്ട്രോണിക്സ് E1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ബ്രാക്കറ്റ് കൊടുത്ത ശേഷം നമുക്ക് ആദ്യം ഐറ്റം നെയിം കൊടുക്കാം TV. ഓക്കെ, ശേഷം കോമ കൊടുത്ത ശേഷം നമുക്ക് ബ്രാൻഡ് നെയിം കൊടുക്കാം സോണി. ശേഷം നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം E1 ഡോട്ട് പ്രിൻറ്റ്. ശേഷം നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം TV ബ്രാൻഡ് സോണി എന്ന് ലഭിക്കും. സോ നമുക്ക് കൺസ്ട്രക്ടറിൽ പാരാമീറ്റേഴ്സ് കൂടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ കൊടുക്കുന്ന കൺസ്ട്രക്ടറിനെ നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നു. സോ അതുപോലെ നമുക്കൊരു ഇനിയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് കോപ്പി ചെയ്ത ശേഷം മറ്റൊരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ E2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ ലാപ്ടോപ്പ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ബ്രാൻഡ് ഡെൽ എന്ന് കൊടുക്കുന്നു. ശേഷം E2 ഡോട്ട് പ്രിൻറ്റ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ റിസൾട്ട് ലഭിക്കുന്നു, E1ൻ്റെ റിസൾട്ട് ലഭിക്കുന്നു. അതിനുശേഷം E2ൻ്റെ റിസൾട്ട് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് പാരാമീറ്റേഴ്സും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.